ഒരു ദുരന്തത്തിന്റെ തീവ്രത കുറയ്ക്കുവാനായി വിമാനം തലകുത്തനെ പറത്തിയ സംഭവത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വർഷം 2000 ജനുവരി 31 മെക്സിക്കോയിൽ നിന്നും സിയാറ്റിലിലേക്ക് പറന്നുകൊണ്ടിരിക്കുകയായിരുന്ന അലാസ്ക എയർലൈൻസ് ഫ്ലൈറ്റ് 261-നായിരുന്നു ഇങ്ങനെയൊരു ദുരന്തം സംഭവിച്ചത്. ഏകദേശം 31,000 അടി ഉയരത്തിൽ വെച്ച് വിമാനത്തിന്റെ ഹൊറിസോണ്ടൽ സ്റ്റെബിലൈസർ ഭാഗം കേടുപാടുകളാൽ പൂർണ്ണമായും നിലച്ചുപോയി. അതിന്റെ ലൂബ്രിക്കേഷൻ കുറവായതായിരുന്നു കാരണം. പൈലറ്റ് ടെഡ് തോംസണും സഹ പൈലറ്റ് ബിൽ ടെൻസ്കിയും അപകടത്തിന്റെ തീവ്രത കുറയ്ക്കുവാൻ അവസാന ശ്രമമായി വിമാനത്തെ തലകുത്തനെ പറപ്പിച്ചു. ഇത് വിമാനത്തിന്റെ വേഗത താൽക്കാലികമായി കുറച്ചുവെങ്കിലും അവസാനം വിമാനം അനക്കാപ്പ ദ്വീപിന് സമീപം പസഫിക് സമുദ്രത്തിലേക്ക് ഇടിച്ചിറങ്ങി. വിമാനത്തിലുണ്ടായിരുന്ന 88 യാത്രക്കാർക്കും ജീവനക്കാർക്കും ജീവൻ നഷ്ടമായി. ഈ സംഭവത്തിന് ശേഷം വിമാനങ്ങളുടെ അറ്റകുറ്റപ്പണികൾക്ക് കർശന